എല്ലാവർക്കും വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് ആണ്, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, യൂണിറ്റ് എന്താണ്, പിന്നെ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താണ്, ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താണ്, SI സിസ്റ്റം, അതിനകത്ത് 7 ബേസിക് യൂണിറ്റ്, ഇതെല്ലാം നല്ല 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 ബേസ് ആയിട്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന സാധനങ്ങളാണ്. ഇതിനകത്തെല്ലാം ഓർത്തിരിക്കേണ്ടുന്ന സാധനങ്ങളാണ്. ഞാൻ ഇതിനകത്ത് ഒരു 2 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയിരുന്ന 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ പറയാൻ വിട്ടു. ഒന്ന്, നമ്മൾ ഈ യൂണിറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എങ്ങനെ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും. ഞാൻ സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം, സ്പീഡിലങ്ങ് പറഞ്ഞു വിടും. കാരണം നമ്മുടെ സെഷൻ ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഈ യൂണിറ്റ്സിന് ഉപയോഗിക്കേണ്ടത് 2-3-4 റൂള് പറയുന്നത്. ഫസ്റ്റ് റൂള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ നെയിം ഓഫ് എ സയന്റിസ്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഒരു സയന്റിസ്റ്റിന്റെ നെയിമായിട്ട് വരികയും അത് ഫുൾ എഴുതുകയുമാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി സ്മാൾ ലെറ്റർ. അതായത് 25 ന്യൂട്ടൺ എന്ന് ഇങ്ങനെയേ എഴുതാവൂ. ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. അത് എഴുതുമ്പോൾ 25 ന്യൂട്ടൺ എന്ന് ഇങ്ങനെ തന്നെ എഴുതണം. അതല്ല ഒരു സിംഗിൾ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ റൂൾ പറയുന്നത്, സെക്കൻഡ് റൂൾ പറയുന്നത്, സയന്റിസ്റ്റിന്റെ പേരല്ലെങ്കിലോ, സയന്റിസ്റ്റിന്റെ പേരല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതിയാലും സ്മാൾ ലെറ്റർ ആയിരിക്കണം. നമ്മൾ സെക്കൻഡ് പറയുന്നു, ദാറ്റ് ഈസ് 12 സെക്കൻഡ് ഇങ്ങനെ എഴുതാവൂ. ഫുൾ എഴുതുകയാണെങ്കിൽ സ്മാൾ ലെറ്റർ, മൊത്തം എഴുതുകയാണെങ്കിലും സ്മാൾ ലെറ്റർ തന്നെ. But if the unit of a physical quantity is the name of a scientist and it is represented as whole, then the first letter should be a small letter. If it is represented by a single letter, then that letter should be a capital letter. If it is not a name of scientist, then it is represented as whole, then the first letter should be a small. If it is a single letter, then also it is a small letter. ഇനി മൂന്നാമത്തെ റൂൾ പറയുന്നു. മൂന്നല്ല, ഇതിനൊക്കെ ഓരോന്നിനും ഓരോ റൂളായിട്ട് എടുക്കാം. അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. In the case of multiplication of unit, യൂണിറ്റുകളുടെ മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ put a dot in between them. ആ 2 യൂണിറ്റുകൾക്കും ഇടയിൽ നമ്മളൊരു ഡോട്ട് ഇടണം, ഓർ ലീവ് എ സ്പേസ് ബിറ്റ്വീൻ them. അതായത് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വരികയാണെങ്കിൽ ന്യൂട്ടൺ ഒരു സ്പേസ് ഇട്ടിട്ട് എസ് എഴുതാം, അല്ലെങ്കിൽ ന്യൂട്ടൺ ഡോട്ട് എസ് എന്ന് എഴുതാം. ഒന്നിൽ ഒരു സ്പേസ് വിടണം, അല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഒരു ഡോട്ട് ഇടണം. അങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്താ സാറേ കുഴപ്പമെന്ന് ചോദിക്കും. ഈ ഇട്ടിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ കുഴപ്പം. ഞാൻ ദാ ഇങ്ങനെ എഴുതി, ഇതെന്താണ്? ഉറപ്പായിട്ട് നിങ്ങൾ പെട്ടെന്ന് പറയാം സെന്റിമീറ്റർ. ഞാൻ ഉദ്ദേശിച്ചത് കൂളംബ് മീറ്റർ ആണ്. അപ്പൊ ആ ഡോട്ട് ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും? അത് 2 ഒരു യൂണിറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള. അതുകൊണ്ട് ഇതിനെ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക. ദാറ്റ് ഈസ്, ഇത് തെറ്റാണ്. ദാറ്റ് ഈസ് റെപ്രസെന്റ് ബൈ കൂളംബ് മീറ്റർ എന്ന് തന്നെ എഴുതണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാനുള്ള സാധ്യത. And in the case of division of unit, യൂണിറ്റുകളുടെ ഡിവിഷൻ ആണെങ്കിൽ ഫോർത്ത് വൺ അതാണ്. In the case of division of unit, put a slash or use the negative power. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മീറ്റർ ഡോട്ട് s⁻². അപ്പൊ അവിടെ ഡോട്ട് വരണം, കാരണം ദിസ് ഈസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 യൂണിറ്റ്സ്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ നോർമലി നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല. നമ്മളിപ്പോ 25 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും. സാധാരണ കേസിൽ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഉറപ്പായിട്ടും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഈ എന്നിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ. അല്ല നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം എഴുതി പോകുന്ന വഴിയിൽ നമ്മൾ ന്യൂട്ടനൊക്കെ അങ്ങനെ എഴുതിയാൽ, ഇപ്പൊ കൂളം മീറ്ററിനെയൊക്കെ ഡോട്ട് ഇടാതെയൊക്കെ എഴുതിയാൽ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ എഴുതുമ്പോൾ മൈൻഡ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറിന്റെ 4 രീതിയിൽ എഴുതുന്നു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് കറക്റ്റ് റെപ്രസെന്റേഷൻ എന്ന് ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണോ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് നമ്മൾ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കുന്നിരിക്കുന്നത്. ബേസ് അറിഞ്ഞുവിടാന്നുണ്ടെങ്കിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അറിയാമായിരിക്കാം, പക്ഷേ ബേസ് അറിഞ്ഞുവിടാമെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആൻസർ കിട്ടുകയുമില്ല, സിമ്പിളായിട്ട് ചോദിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. ഇത്രയുമാണ് യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ബേസിക്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്,
ചില യൂണിറ്റുകളുടെ പേര് കേട്ടാൽ അതെന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചില യൂണിറ്റുകളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഇന്നയാളുടെ യൂണിറ്റ് അല്ലേ എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. ഇലക്ട്രോൺ വോൾട്ട്, ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ധരിക്കാം? അത് വോൾട്ടേജിന്റെ യൂണിറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. വോൾട്ട് വരുന്നതുകൊണ്ട് ശരിക്കും അത് എനർജിയുടെ യൂണിറ്റ് ആണ്. ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁹ ജൂൾ. പഠിച്ചു വയ്ക്കണം. 1.6 × 10⁻⁹ ജൂൾ. അത് നമ്മൾ വർക്ക് എനർജി, പവർ ആൻഡ് കൊളിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുമ്പോൾ അത് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മളത് വിചാരിക്കും ന്യൂട്രൺ അല്ലേ എന്ന്, അല്ലെങ്കിൽ ഫോഴ്സ് അല്ലേ എന്ന്. അല്ല, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, EMF. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു സാധനമാണ് ലൈറ്റ് ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വിചാരിക്കും പെട്ടെന്ന്? അത് നമ്മുടെ ടൈമിന്റെ യൂണിറ്റ് അല്ലേ എന്ന് ധരിക്കരുത്. അതുപോലെ തന്നെ ഒരു സാധനമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പാർസെക്. സെക്കൻഡ് എന്ന് കേൾക്കുമ്പോൾ ടൈമിന്റെ യൂണിറ്റ് ആണെന്ന് ധരിക്കരുത്. അത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ഇത്രയും പറഞ്ഞു നിർത്തിയതിനു ശേഷം നമ്മൾ നേരെ അടുത്ത ഇന്നത്തെ ടോപ്പിക്കിനകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. എന്താണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ ഡയമെൻഷണൽ അനാലിസിസ് പറയുമ്പോൾ നിങ്ങളെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞ് ഇറ്റ് ഈസ് എ പവർ ടു വിച്ച് ദ ബേസിക് ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് ആൻഡ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞൊക്കെ പറയും. ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. അത്രയൊന്നും കഷ്ടപ്പെടാൻ പോകണ്ട, ഡെഫിനിഷൻ ചോദിക്കത്തില്ല. ഡയമെൻഷണൽ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ബേസിക് യൂണിറ്റ്. നമ്മുടെ ബേസിക് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ 7 ബേസിക് യൂണിറ്റ് SI സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്നത്. ആ SI സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 7 ബേസിക് യൂണിറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. 7 പേര്. ആ 7 പേരുടെ പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. റെപ്രസെന്റേഷൻ ഓഫ് ദ പവേഴ്സ് ഓഫ് ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റുകളുടെ പവറുകളിൽ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ ലെങ്ത് 2 പ്രാവശ്യം വരികയാണെങ്കിൽ L², മാസ് 3 ടൈംസ് വരികയാണെങ്കിൽ MQ. അതാണ് ടു ദ പവർ. അപ്പൊ റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് ബേസിക് യൂണിറ്റ്. ആ ബേസിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കാൻഡല ഒന്നും അവിടെ വരാറില്ല, ബാക്കിയെല്ലാം വരാറുണ്ട്. മോള് വരാറുണ്ട്. മോളൊക്കെ നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഗ്യാസ് കോൺസ്റ്റന്റ്, സ്പെസിഫിക് കപ്പാസിറ്റി ഒക്കെ പറയുമ്പോൾ മോള് കൂടെ അവിടെ കയറി വരും. ടെമ്പറേച്ചർ വരും. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ, കെൽവിനൊക്കെ അവിടെ കയറി വരും. നോർമൽ കോഴ്സിൽ വരുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ഫസ്റ്റ് 11th നിങ്ങൾ പഠിക്കുമ്പോൾ നോർമലി 11th എന്ന് ഞാൻ പറയുന്നില്ല, ലെങ്ത്, മാസ്, ടൈം. അതുകൊണ്ട് ഒരിക്കലും ഡയമെൻഷൻ അനാലിസിസ് ദ റെപ്രസെന്റേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ലെങ്ത് MI LAT എന്ന് മാത്രം പറഞ്ഞു കളഞ്ഞിരിക്കരുത്. 7 പേരുടെ ടേമിൽ റെപ്രസെന്റ് ചെയ്തതാണ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് ഇൻ ടേംസ് ഓഫ് ദ പവേഴ്സ് ഓഫ് ബേസിക് യൂണിറ്റ്. ഇപ്പൊ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു കാർ കൊണ്ടുവന്ന് ഒരാൾ തരുന്നു. ഞാൻ അതിനെ അഴിച്ചു പിറക്കിയതിനു ശേഷം 25 സ്ക്രൂ ഉണ്ട്, 4 വീലുണ്ട്, ഇങ്ങനെ മാറ്റി വയ്ക്കും. എന്നിട്ട് അവരെ മാറ്റി വെച്ചിട്ട് 25 സ്ക്രൂ ഉണ്ട് എന്ന് പറയുന്നത്, 4 വീലുണ്ട്, 4 ഡോറുണ്ട്. ഈ ഡോറ്, വീല്, സ്ക്രൂ ഇവരൊക്കെയാണ് ബേസിക് ക്വാണ്ടിറ്റികൾ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ കിട്ടുന്നതാണ് കാർ. കാറിനെ അഴിച്ചു പിറക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇൻഡിപെൻഡന്റ് സാധനങ്ങൾ ഏതാണെന്ന് പറയുന്നതാണ് ഡയമെൻഷൻ അനാലിസിസ്. അപ്പൊ റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ബേസിക് യൂണിറ്റ്സ്. ഇനി നമ്മൾ അതിനകത്തേക്ക് കൂടുതലൊന്നും കയറി പോകേണ്ട കാര്യമില്ല. ഡയമെൻഷൻ ഓഫ്, നിങ്ങൾ നീറ്റുകാരായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് ഡയമെൻഷൻ പറയുന്നു, പിന്നെ കുറെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് പറയുന്നു. സിമിലർ ആയിട്ടുള്ള കുറെ ഡയമെൻഷൻസ് ഉള്ള ആൾക്കാർ പറയുന്നു. ഡയമെൻഷൻ ഉണ്ട്, ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടുന്നത്. അതാണ് ശരി. നമുക്കിപ്പോൾ ഇതിനകത്ത് നോക്കിക്കളയാം. ലെങ്തിന്റെ ഡയമെൻഷൻ L. ഞാൻ വേറെ ഒന്നും എഴുതുന്നില്ല. ലെങ്തിന്റെ ഡയമെൻഷൻ L. രണ്ടാമത്തത് മാസിന്റെ ഡയമെൻഷൻ M. മൂന്നാമത്തത് ടൈമിന്റെ ഡയമെൻഷൻ T. ഇത് ഇത്രയും ബേസിക് ആയിട്ട്. പിന്നെ നമ്മൾ ബേസിക് ക്വാണ്ടിറ്റികളുടെ ഞാൻ ആദ്യമേ എഴുതുന്നു. നാലാമത്തത് ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ K.
ചിലർ തീറ്റ എന്നും എഴുതുക, കെ ബാർ തീറ്റ, ചിലതിനകത്തൊക്കെ തീറ്റ എന്ന് എഴുതാറുണ്ട്. അഞ്ചാമത്തത് ഇലക്ട്രിക് കറണ്ട്, കറണ്ടിന്റെ ഇത് ഒന്നുകിൽ ആംബിയർ, ചിലതിനകത്തൊക്കെ ഐ എന്നും എഴുതാറുണ്ട്, ആംബിയർ ആൻഡ് ഐ. പിന്നെ ആറാമത്തത് പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റിക്ക് അല്ല, അതിന് MOL എന്ന് തന്നെയാണ് എഴുതുക. സോറി, ലൂമിനസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഡയമെൻഷൻ MOL എന്ന് തന്നെയാണ് എഴുതുക. ക്യാൻഡലൈക്ക് പിന്നെ അതിന്റെ ഡയമെൻഷൻ നമ്മൾ നോക്കണ്ട, കാരണം നമുക്ക് വരുന്നില്ല നോർമൽ. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ലെങ്ത് എൽ, മാസ് എം, ടൈം ടി, ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആൻഡ് ടെമ്പറേച്ചർ കെ ഓർ തീറ്റ. ഇനി നമ്മൾ പറയുന്ന, ഇനി പറയാൻ പോണ ഇത്തരം ബേസിക് ഉണ്ട്, ഇനി പറയാൻ പോണ എല്ലാവരും ഇവരുടെ കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏരിയ, ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, രണ്ടുപേരും ലെങ്ത് ആയതുകൊണ്ട് എൽ സ്ക്വയർ. അടുത്തത് വോളിയം, വോളിയത്തിൻ്റെത് എൽ ക്യൂബ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്, എല്ലാം ലെങ്ത് ആണ്. അടുത്ത നമ്മൾ പറയുന്നത് വെലോസിറ്റി, വെലോസിറ്റിയുടേത് എൽ ടി റൈസ് ടു -1 ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ആക്സലറേഷൻ്റെത് എൽ ടി റൈസ് ടു -2. അടുത്തത് മൊമെന്റം, മൊമെന്റം എന്ന് പറയുമ്പോൾ മാസിന്റെ വെലോസിറ്റി ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ കൊടുക്കുക എം എൽ ടി റൈസ് ടു -1, മറന്നു പോകരുത് ഇതൊക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്, ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം എ, എം എ എന്ന് പറയുമ്പോഴത്തേക്ക് എം ഇൻറ്റു എൽ ടി റൈസ് ടു -2. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നത് ഫോഴ്സ് കഴിഞ്ഞാൽ വർക്ക് ഡൺ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇത്രയും സാധനം എങ്കിലും നിങ്ങൾ ബേസ് ആയിട്ട് നമുക്ക് എപ്പോൾ ചോദിച്ചാലും പടപടാ വർക്ക് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തക്ക രീതിയിലാകണം. അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ഈസ് ഈക്വൽ, അങ്ങനെ എഴുതാൻ പറ്റരുത്. എഫ് ഈസ് ഈക്വൽ എം എൽ ടി റൈസ് ടു -2, വർക്ക് ഈസ് ഈക്വൽ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് പറയുന്ന ബേസിക് ആയിട്ട് നമുക്ക് മൊമെന്റം ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു -1, ആക്സലറേഷൻ ഈസ് ഈക്വൽ മൊമെന്റം ഈസ് ഈക്വൽ എം എൽ ടി റൈസ് ടു -1, ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എൽ ടി റൈസ് ടു -2. ഇങ്ങനെ പറയാൻ നമുക്ക് ഇത്രയും പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു. ഇതൊക്കെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഡയമെൻഷൻസ് ആണ്. അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ കോംപ്രമൈസ് ഉണ്ടാകരുത്, നിങ്ങളത് പഠിച്ചു വയ്ക്കുക, വർക്ക് വരെ ഉള്ളത് പഠിക്കുക. പിന്നെ നമുക്കിനി അങ്ങോട്ട് വരുന്ന ഡെൻസിറ്റിയുടെ എന്താണ്, ഡെൻസിറ്റി മാസ് ബൈ വോളിയം, അതൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചോണം. ഡെൻസിറ്റി ഈസ് ഈക്വൽ മാസ് ബൈ വോളിയം, അപ്പൊ അതിന്റെ എന്താണ്. പിന്നെ പവർ ഈസ് ഈക്വൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. പിന്നെ പ്രഷർ, സ്ട്രെസ്, ഇതിന്റെ എല്ലാ ഡെഫിനിഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡയമെൻഷൻസിനകത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ പിന്നെ ഇനി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ടോർക്ക് എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. അതിന്റെ അർത്ഥം നേരത്തെ ഒരു കാര്യം നമ്മൾ ഇതുപോലെ പഠിച്ചിരുന്നു, ഏതായിരുന്നു? വർക്കിന്റെ ഡയമെൻഷനും ടോർക്കിന്റെ ഡയമെൻഷനും സെയിം ആണ്. അതുപോലെ തന്നെ നമുക്ക് ആംഗുലാർ മൊമെന്റം ഈസ് ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ലീനിയർ മൊമെന്റം ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം എം എൽ ടി റൈസ് ടു -1 ഇൻറ്റു എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ലീനിയർ മൊമെന്റം. സോറി, ആംഗുലാർ മൊമെന്റം. ഇത് ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ. ആംഗുലാർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ അതേ ഡയമെൻഷൻ വരുന്ന വേറൊരാളുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അത് ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ദ സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ആംഗുലാർ മൊമെന്റം, അല്ലെങ്കിൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ദ സെയിം ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ ആംഗുലാർ മൊമെന്റം ചോദിച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കൂ. അങ്ങനെ അപ്പൊ അടുത്തൊരു മെത്തേഡ് ഞാൻ പറയാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വരുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതാം. നമുക്ക് ഡെഫിനിഷൻ അറിയാമെങ്കിൽ അത് വെച്ച് കണ്ടുപിടിക്കാം. ഡെഫിനിഷൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കണം. ഞാൻ അതിനൊക്കെ 1-2 എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ചാർജിന്റെ ഡയമെൻഷൻ എന്താണ്? ചാർജിന്റെ ഡയമെൻഷൻ IT ആണ്. അതെങ്ങനെ കിട്ടി? ചാർജിന്റെ ഡയമെൻഷൻ ഇല്ല. കറണ്ട് I ഈസ് ഈക്വൽ ടു നമുക്കറിയാം I ആണ്. കറണ്ടിന്റെ ഡയമെൻഷൻ I ആണ്. കറണ്ട് I ഈസ് ഈക്വൽ ചാർജ് ബൈ ടൈം ആണ്. ദെയർഫോർ ചാർജ് ഈസ് ഈക്വൽ കറണ്ട് ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണ് IT കിട്ടുക. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പൊട്ടൻഷ്യൽ? വിയുടെ ഡയമെൻഷൻ എന്താ? ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഡെഫിനിഷൻ ഓർക്കുക.
It is the work done to bring unit charge. Work done to bring unit. Work into the ml square t raised to minus 2 divided by charge into the it. Therefore, it is equal to ml square t raised to minus ml square t raised to minus 3 I raised to minus 1. This is the dimension of work. Simple. Electric field intensity definition area. Electric field intensity is equal to force per unit charge. That is equal to ml t raised to minus 2 divided by it. ബാക്കി നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. ഇതുപോലെ ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എഴുതണം റെസിസ്റ്റൻസ് R is equal to V divided by I. V is equal to work divided by charge into I. വർക്കിന്റെ അറിയാം, ചാർജിന്റെ അറിയാം, ഐയുടെ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കപ്പാസിറ്റൻസിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടോ, നമുക്ക് എത്രയോ എളുപ്പമായിട്ട് മാറുന്നു നോക്കാം. കപ്പാസിറ്റൻസിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? കപ്പാസിറ്റൻസ് is equal to Q divided by V. That is, it is equal to Q divided by W, work done to bring unit charge. That is Q square by W. Simple. എത്രയോ നമുക്ക് പാടായിട്ട് തോന്നുന്ന സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ചിലരുടേത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ചിലത് നമുക്ക് ഇക്വേഷൻസ് എഴുതിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇക്വേഷൻസ് എഴുതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതാണ് നോക്കുക. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ എന്താണ്? ഉടനെ എഴുതണം. എനർജി E is equal to h nu. ന്യൂ ഫ്രീക്വൻസി ആണ്. therefore it is equal to h by t എന്ന് എഴുതുക. therefore h is equal to et. എനർജിയുടെ എന്താണ്? ml square t raised to minus 2 into t. That is, it is equal to ml square t raised to minus 1. This is the dimension of Planck's constant. അപ്പോൾ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്മൾ നേരത്തെ ചെയ്ത ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയായിരുന്നു? m. കാരണം ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ലീനിയർ മൊമെന്റം എന്ന് പറയുമ്പോൾ ml t raised to minus 1 into l. That is equal to ml square t raised to minus. അപ്പോൾ ആംഗുലാർ മൊമെന്റത്തിന്റെയും പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെയും ഡയമെൻഷൻസ് ഐഡന്റിക്കൽ ആണ്. ഇതുപോലെ ഐഡന്റിക്കൽ ഡയമെൻഷൻസ് വരുന്ന കുറേ അധികം പേരുണ്ട്. ഒരു 6-7 ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്നത് ഇത്രയും പേര് 9 പേരുണ്ട്. ആരൊക്കെയാണ് ഈ 9 പേർ? സ്പീഡ്, വെലോസിറ്റി, അത് സിമ്പിൾ. ആക്സലറേഷൻ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിനുണ്ട് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. അതൊക്കെ നമ്മൾ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചു എന്ന് മാത്രം. ഉള്ളത് കൊണ്ട് ഞാൻ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾ വേറെ ഇത് രണ്ടാമത്തെ അടുത്തത് നോക്കുക. പ്രഷർ, സ്ട്രെസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, എനർജി ഡെൻസിറ്റി. 4 പേര്. അവരുടെ എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കുക? പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ml t raised to minus 2 divided by l square. That is, it is equal to ml raised to minus 1 t raised to minus 2. ഇതാണ് പ്രഷറിൻ്റെത്. സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്ട്രെസ്സിനകത്തേക്ക് പോകണ്ട. പക്ഷേ ഒരു ഇതുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സ്ട്രെസ്? പ്രഷറും സ്ട്രെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അത് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരും. അവിടെ നമുക്ക് സ്ട്രെസ് പഠിക്കാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അവിടെ വരുമ്പോൾ അവിടെ നമ്മൾ വിശാലമായിട്ട് എടുക്കും. അതുകൊണ്ട് തൽക്കാലം ഇത്രയും മാത്രം കൊടുക്കുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒരു ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ബോഡിയുടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായാൽ ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് പറയുന്ന പേരാണ് പ്രഷർ. വോളിയത്തിന് ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ അവനെ പ്രഷർ എന്ന് പറയും. ബാക്കി ഒന്നിടത്തും പ്രഷർ എന്ന് പറയില്ല. അത്രയും ജസ്റ്റ് മനസ്സിലാക്കുക. ബാക്കി അവിടെ പറയാം. അപ്പൊ നമുക്കിത് കിട്ടി. ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി എനർജി ഡെൻസിറ്റി എന്താണ്? എനർജി പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് ml square t raised to minus 2 divided by l cube. That is also equal to ml raised to minus 1 t raised to minus 2. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. പ്രഷർ, സ്ട്രെസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, എനർജി ഡെൻസിറ്റി, ഇവരുടെ 4 പേരുടെ യൂണിറ്റ് സെയിം ആണ്. നെക്സ്റ്റ് വർക്ക്, എനർജി, ടോർക്ക്. വർക്ക് തന്നെയാണ് എനർജി. ടോർക്കിന്റെ നേരത്തെ നമ്മൾ യൂണിറ്റ് ml square t raised to minus 2. അത് ഓർത്തിരിക്കുക. ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, വെലോസിറ്റി ഗ്രേഡിയന്റ്, ഡീകേ കോൺസ്റ്റന്റ്. ഉണ്ടോ? എത്ര പേരായെന്ന് നമ്മൾ അവിടെ ആലോചിച്ച് നോക്കിക്കേ. എത്ര പേരായെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫ്രീക്വൻസി 1/t, അതായത് t raised to minus 1. ആംഗുലാർ
വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി. തീറ്റയ്ക്ക് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ദെയർഫോർ ഇതിന്റെ ഡയമെൻഷൻ t⁻⁻1 ആണ്. അപ്പൊ അത് ഓർക്കുക, യൂണിറ്റ് ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതൊക്കെ എല്ലാം ഓർക്കുക, ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് എ യൂണിറ്റ് മസ്റ്റ് ഹാവ് എ ഡയമെൻഷൻ. ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ് ഓർ റോങ് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഉള്ള ഒരു ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാൽ തിരിച്ചോർക്കുക, ഡയമെൻഷൻ ഉണ്ടെങ്കിൽ there should be a യൂണിറ്റ്. ഡയമെൻഷൻ ഉണ്ടെങ്കിൽ യൂണിറ്റ് ഉണ്ടായേ പറ്റൂ. കാരണം ഡയമെൻഷനകത്ത് വരുന്നവർക്ക് എല്ലാവർക്കും യൂണിറ്റ് ഉണ്ട്. അവരുടെ ടേം കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ്, ഇതൊക്കെ നിങ്ങൾ ഈ എഴുതിയെടുക്കുന്ന സമയത്ത് ഇതൊക്കെ എഴുതിയെടുത്തോണേ. ഇതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പറഞ്ഞു പോകുന്നെങ്കിൽ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. അപ്പൊ അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ രണ്ടുപേരുടെയും ഡയമെൻഷൻ സെയിം ആയി. ഇനി വെലോസിറ്റി ഗ്രേഡിയന്റ് എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഗ്രേഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ക്വാണ്ടിറ്റി എനി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. ഇത് വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ്, മുകളിലത്തെ ഇത് പ്രഷർ ആണെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റ്, പൊട്ടൻഷ്യൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ടെമ്പറേച്ചർ ആണെങ്കിൽ അപ്പൊ എനി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനനുസരിച്ച് ഏത് സാധനം ചേഞ്ച് ചെയ്താലും അതിന് പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. അപ്പൊ ഇത് വെലോസിറ്റി ഗ്രേഡിയന്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു t⁻⁻1. അതുപോലെ തന്നെ അടുത്ത ആരാണ്? ഡി കെ കോൺസ്റ്റന്റ്, ലാംഡ ഈസ് ഈക്വൽ 1/t. അത് അവിടെ വരുമ്പോൾ നമുക്ക് പഠിക്കാം. ലാംഡയുടെ യൂണിറ്റും 1/. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആൻഡ് സർഫസ് ടെൻഷൻ. സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെയും സർഫസ് ടെൻഷന്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന സാധനം എന്ത് തന്നെയാണ്? ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. രണ്ടുപേരുടെയും ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ml(t⁻²) ഡിവൈഡ് ബൈ L, ദാറ്റ് ഈസ് mt⁻². രണ്ടുപേരുടെയും ഡയമെൻഷൻ mt⁻². ആണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംഗുലാർ മൊമെന്റം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ml²t⁻⁻1. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ലേറ്റന്റ് ഹീറ്റ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ് ആണ്. വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ്. അതൊക്കെ നമ്മൾ ആ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് നമ്മൾ വിശദമായിട്ട് വരും. അതുപോലെ തന്നെ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ്. 1 കിലോഗ്രാം മാസിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയാണ്. അപ്പോൾ എനർജി ബൈ മാസ്, വർക്ക് ബൈ മാസ്, വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. ദെയർഫോർ രണ്ടുപേരുടെയും ഡയമെൻഷൻ സെയിം ആണ്. പിന്നെ നമ്മൾ അവസാനം എന്താണ്? മൊമെന്റ് ആൻഡ് ഇമ്പൾസ്. മൊമെന്റം എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇമ്പൾസ്. ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. മൊമെന്റം അല്ല ശരിക്കും, ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെയും ഇമ്പൾസിന്റെയും യൂണിറ്റ് സെയിം ആണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാമോ? ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്, വെക്ടർ ആണ്. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ മൊമെന്റം ആൻഡ് ഇമ്പൾസ്? കേട്ടോ ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ മൊമെന്റം ആൻഡ് ഇമ്പൾസ്? ചേഞ്ച് ഇൻ മൊമെന്റം തന്നെയാണ് ഇമ്പൾസും, രണ്ടും ഒരാളാണ്. അപ്പൊ അവർക്കിടയിൽ ആംഗിൾ എത്ര? 0 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും ഒരേ നമ്മുടെ ഡയമെൻഷൻസ് വരുന്ന ഇത്രയും കാര്യങ്ങളുണ്ട്. ഒരേ യൂണിറ്റ് അല്ല ഇവർക്ക് ഒരേ യൂണിറ്റ് അല്ല. സ്പീഡ് പിന്നെ എന്തോ ആംഗുലാർ വെലോസിറ്റിയുടെയും ഇതിന്റെ ഒന്നും യൂണിറ്റ് സെയിം അല്ല. ഫ്രീക്വൻസി ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്, ഇവന്റെ 1/സെക്കൻഡ്സ് ആണ്. അപ്പൊ അതൊന്നും യൂണിറ്റ് അല്ല, ഡയമെൻഷണലി ഈക്വൽ ആയിട്ട് വരുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തത് ഇതിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട അടുത്തൊരു കാര്യം ഞാൻ പറയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട അടുത്തൊരു കാര്യം പറയുന്നു. അതായത് L/R ചിലരുടെ ഡയമെൻഷൻസ് ഞാൻ പറയാണ്. L/R ഡയമെൻഷൻ എന്താണ്? RCയുടെ ഡയമെൻഷൻ എന്താണ്? LCയുടെ ഡയമെൻഷൻ എന്താണ്? ഇതൊക്കെ സെക്കൻഡ് ഇയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമാണ് പിടികിട്ടുക, അല്ലെങ്കിൽ LRC എല്ലാം പഠിച്ചവർക്ക് പിടികിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, LC ഇൻഡക്റ്റൻസ്. ഓർക്കുക, L/R യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. RCയുടെ യൂണിറ്റ് എന്ന് പറയുന്നതും സെക്കൻഡ് ആണ്.
എൽ സിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത്രയും മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യം വരും. ഞാൻ ഇതിനകത്ത് ഒരാളിന്റെ മാത്രം ഇപ്പൊ ആർ സിയുടെ യൂണിറ്റ് എങ്ങനെ കിട്ടിയെന്ന്, സെക്കൻഡ് എങ്ങനെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ഇതൊക്കെ നമ്മൾ വേറെ എ സി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടത് കാര്യങ്ങളാണ്. ആർ സി, ആർ ഇ സികൾ വി ബൈ ഐ അറിയാമല്ലോ. അതിന്റെ കപ്പാസിറ്റി സി ഇ സികൾ ക്യൂ ഡിവൈഡഡ് ബൈ വി. വി ഇതാ ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് ടി സികൾ ക്യൂ ഡിവൈഡഡ് ബൈ ഐ. ഐ ഇ സികൾ ചാർജ് ബൈ ടൈം. ക്യൂ ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇങ്ങനെ പറയാം. അത് മാത്രം ഞാൻ പറയുന്നു, എല്ലിന്റെ ഒന്നും യൂണിറ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ എൽ ബൈ ആറിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, ആർ സിയുടെ യൂണിറ്റ് സെക്കൻഡ് ആണ്, എൽ സിയുടെ യൂണിറ്റും അല്ല, എൽ സിയുടെ യൂണിറ്റ് സെക്കൻഡ് സ്ക്വയർ. കാരണം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന സാധനമാണ് എൽ സി. എൽ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ സി. ആറും ആറും ക്യാൻസൽ ആയി ടി സികൾ എൽ സി. അപ്പോൾ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ഇ സികൾ സെക്കൻഡ് സ്ക്വയർ. ഇത് മൂന്നും പഠിച്ചു വയ്ക്കണം. ഇതൊക്കെ നമുക്ക് എപ്പോഴും. പിന്നെ ഒരു കാര്യം കൂടെ പഠിക്കുക. 1/√μ0 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഇതിന്റെ യൂണിറ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഡയമെൻഷൻ അനാലിസിസും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിന്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡയമെൻഷണൽ അനാലിസിസിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഞാൻ അതുകൂടി പെട്ടെന്ന് അങ്ങ് എടുക്കുന്നു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്? അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് ഞാൻ നീങ്ങത്തില്ല. ഡയമെൻഷൻ അനാലിസിസ് ഇത്ര ഗുണങ്ങളുണ്ട്, ഇന്ന ദോഷങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അന്നേരം ഡയമെൻഷൻ അനാലിസിന്റെ ഒന്ന് രണ്ട് ഡൈവേർട്ടഡ് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മളൊന്ന് പറയും. അതുകൊണ്ട് ഡയമെൻഷണൽ അനാലിസിസ് ഇപ്പൊ തീരും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അതിനകത്ത് നമ്മൾ ആദ്യമേ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് അതിനകത്ത് നമ്മൾ ആദ്യമേ എടുക്കേണ്ടത് ഡയമെൻഷണൽ അനാലിസിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്ന്, by using dimensional analysis it is possible to check the correctness of an equation. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിനെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയും. ഹോമോജിനിറ്റി മീൻസ് ഒരുപോലെയുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ എഴുതുകയാണ് എ എക്സ് അല്ലെങ്കിൽ എ ക്വാണ്ടിറ്റി എ ഈസ് ഈക്വൽ ടു ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ എന്ന് ഞാൻ ചുമ്മാതെ എഴുതി. ഹോമോജിനിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി എക്സും സി എക്സ് സ്ക്വയറും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ യൂണിറ്റും സെയിം ആയിരിക്കണം. ബി എക്സിന്റെ യൂണിറ്റും സി എക്സ് സ്ക്വയറിന്റെ യൂണിറ്റും സെയിം ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാം. വോളിയവും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ലെങ്തും കൂടി ആഡ് ചെയ്യാം. അല്ലാതെ വോളിയവും ലെങ്തും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ ഒരിക്കൽ ക്ലാസ്സിനകത്ത് ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട്. 3 ലിറ്റർ വാട്ടറിന്റെ 2 കിലോ ആപ്പിളും കൂടെ ചേർന്നാൽ എന്ത് സംഭവിക്കും? എന്ത് കിട്ടും? 2 ലിറ്റർ വെള്ളവും 3 കിലോ ആപ്പിളും കൂടെ മിക്സ് ചെയ്താൽ എന്ത് കിട്ടും? പിന്നെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അന്ന് ഒരുത്തം പറഞ്ഞൊരു കാര്യം, ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് 2 കിലോഗ്രാം പഞ്ചസാരയും 3 കിലോഗ്രാം അരിയും കൂടെ കൂട്ടിയാൽ 5 കിലോഗ്രാം കിട്ടും. പക്ഷേ 2 കിലോഗ്രാം പഞ്ചസാരയും 3 ലിറ്റർ മണ്ണെണ്ണയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ 2 ക്വാണ്ടിറ്റികൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും രണ്ടുപേരുടെയും യൂണിറ്റ് സെയിം ആയിരിക്കണം. ഇനി കിലോഗ്രാമും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഈ സാധനവും എന്തായിരിക്കണം? കിലോഗ്രാം ആയിരിക്കണം. അല്ല കിലോഗ്രാമും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലിറ്റർ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ അതാണ് ഹോമോജിനിറ്റി, ഒരേ യൂണിറ്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? An equation is dimensionally correct. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ the dimension of each term on either sides of the equations are same. ഈച്ച് ലെറ്റർ എന്നല്ല ഞാൻ പറഞ്ഞത്, ഈച്ച് ടേം. ഇതാണ് ഒരു ടേം. ഈ ടേമിന്റെയും ഡയമെൻഷൻസ് സെയിം ആയാൽ മാത്രമേ ആ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണെന്ന് പറയാൻ പറ്റൂ. അങ്ങനെ നമുക്ക് ഡയമെൻഷനലി ഒരു ഇക്വേഷൻ ശരിയാണോ എന്ന് നോക്കാം. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇക്വേഷൻ ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാം.
അതെന്താ സാറേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, തെറ്റാണ്. അതായത് ഡയമെൻഷണൽ അനാലിസിസ് വെച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ തെറ്റാണെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ തെറ്റാണ്. എന്നാൽ ഡയമെൻഷൻ പറയുകയാണ് ഇത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ശരിയാകണമെന്ന് നിർബന്ധമില്ല. An equation is dimensionally correct, then that equation may be a correct equation. ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. An equation is dimensionally correct, then that equation may be a correct equation. But an equation is dimensionally wrong, that equation must be a wrong equation. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചുകൊണ്ട് നമ്മൾ ശരിയാണോ എന്നല്ല ചെക്ക് ചെയ്യേണ്ടത്, തെറ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ശരിയാണെന്ന് ഡയമെൻഷൻ പറഞ്ഞാലും ആ ഇക്വേഷൻ ശരിയാകണമെന്ന് ഇല്ല. തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2 എക്സാമ്പിൾ പറയാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ തെറ്റാണെന്ന് നമുക്കറിയാം. എസ് ഈസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് വരണം, തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ഡയമെൻഷനിൽ ചെക്ക് ചെയ്ത് നോക്ക്. എസിന്റെ ഡയമെൻഷൻ ലെങ്ത് ആയതുകൊണ്ട് എൽ, യു ടിന്റെ ഡയമെൻഷൻ യു വെലോസിറ്റി എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ. അടുത്തത് എ ടി സ്ക്വയർ, ആക്സലറേഷൻ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ. ഡയമെൻഷണലി ഈ ഇക്വേഷൻ ശരിയാണെന്നാണ് പറയുക. പക്ഷെ ആ ഇക്വേഷൻ ശരിയാണോ? അല്ല. അപ്പൊ ഡയമെൻഷൻ പറയുന്നു ശരിയാണെന്ന്, പക്ഷെ ഒറിജിനൽ ഇക്വേഷൻ തെറ്റാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മൾ പഠിക്കുന്നുണ്ട് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ, ഓർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി ആണ്. ഒരാൾ പറയാണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി, ഈസ് ദിസ് ഇക്വേഷൻ ഈസ് റൈറ്റ് ഓർ റോങ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ ചെയ്യും ടാൻ തീറ്റയ്ക്ക് നോ ഡയമെൻഷൻ. ടാൻ തീറ്റയ്ക്ക് നോ ഡയമെൻഷൻ. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജിക്കും നോ ഡയമെൻഷൻ വരണം. വി സ്ക്വയർ ബൈ ആർ ജി വെലോസിറ്റി എൽ ടി റൈസ് ടു -1 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എൽ സ്ക്വയർ ടി റൈസ് ടു -2 ബൈ ആർ ലെങ്ത് ജി എൽ ടി റൈസ് ടു -2. Therefore answer is equal to L square t raised to -2 divided by L square t raised to -2, that is no dimension. അപ്പോൾ ഡയമെൻഷൻ പറയും ഈ ഇക്വേഷൻ ശരിയാണ്, ഡയമെൻഷനലി ശരിയാണ്, ഇക്വേഷനും ശരിയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുന്നു, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ആർ ജി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു ഈ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണോ? നിങ്ങൾ ചെയ്തു നോക്ക്. ടാൻ തീറ്റയ്ക്ക് നോ ഡയമെൻഷൻ, ആർ ജി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ നിങ്ങൾ എടുത്തു നോക്കൂ. ആർ ലെങ്ത്, ജി എന്ന് പറയുന്ന ആക്സലറേഷൻ എൽ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എൽ സ്ക്വയർ ടി റൈസ് ടു -2, ദാറ്റ് ഈസ് നോ ഡയമെൻഷൻ. നോ ഡയമെൻഷൻ, നോ ഡയമെൻഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഓ അടിപൊളി ഇക്വേഷൻ ആണ്, ടാൻ തീറ്റ ഈസിക്കൽ ആർ ജി ബൈ വി സ്ക്വയറും അടിപൊളി ഇക്വേഷൻ ആണ്. പക്ഷെ ശരിയാണോ? അല്ല, ഇതാണ് ശരി. വി സ്ക്വയർ ഈസ് ഇങ്ങനെ എഴുതിയാൽ എന്ത് വരും? ആർ ജി ഈസിക്കൽ വി സ്ക്വയർ ടാൻ തീറ്റ. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ ജമ്മത്ത് എവിടെയും കണ്ടിട്ടില്ല. വി സ്ക്വയർ ഈസിക്കൽ ആർ ജി ടാൻ തീറ്റ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണ്, പക്ഷേ ആൻസർ തെറ്റാണ്. പിന്നെ ആ ഇക്വേഷൻ ആക്ച്വലി തെറ്റാണ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണ്, ന്യൂമറിക്കലിയും ശരിയാണ്. അപ്പൊ നമുക്ക് ഒരു ഡയമെൻഷൻ ഇക്വേഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ശരിയാകണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷേ ആ ഡയമെൻഷൻ തെറ്റാണെന്ന് പറഞ്ഞാൽ, ഈ സാധനം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, an equation is dimensionally correct, then that equation may be correct. But an equation is dimensionally wrong, that equation must be wrong. അതാണ് ഫസ്റ്റ്. അതിനാണ് ഇക്വേഷൻ ഓഫ് ഹോമോജിനിറ്റി. രണ്ടാമത്തത്, ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ബൈ യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞുതരും, ഒറ്റ എക്സാമ്പിൾ, കാരണം അതിന് നമുക്ക് കൂടുതൽ സമയം കളയേണ്ട കാര്യമില്ല, നിങ്ങൾ ബാക്കി നോക്കിക്കോണം. അത് നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചു വെച്ച ഒരു ഇക്വേഷൻ ആയിരിക്കും ഞാൻ പറയാം. നിങ്ങൾ കോമൺ ആയിട്ട് നമ്മുടെ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം കണ്ടുപിടിക്കുന്നത് ഞാനങ്ങ് പറയും. അത് ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് പറയും. അപ്പോൾ ബൈ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. രണ്ടാമത്തെ ബൈ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ആദ്യത്തെ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, രണ്ടാമത്തെ ഡിറൈവ് ആൻ ഇക്വേഷൻ.
അപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണ്, ഞാനത് പറഞ്ഞു തരുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് പറഞ്ഞു തീരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഡിഫക്റ്റുകൾ കൂടെ പിടികിട്ടും, ഡീമെറിറ്റ്സ് കൂടെ നമുക്ക് പിടികിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഒറ്റ പെൻഡുലത്തിന്റെ ലെങ്തിയൽ, ഈ ബോബിന്റെ മാസിയം, ഇവനിങ്ങനെ നമ്മുടെ എർത്തിന്റെ സർഫസിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അവന്റെ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുവേ, നിങ്ങൾ പഠിച്ചവരായതുകൊണ്ട്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം. അപ്പോൾ ഒരാൾ ചോദിക്കും, മാസിനെ എത്ര പ്രാവശ്യം ഡിപ്പെൻഡ് ചെയ്യും? m² ആണ്, m³ ആണ്, അതോ 1/m ആണ്? അറിയില്ല. അപ്പോൾ ഞാൻ അതിന്റെ പവർ കൊടുത്തു m⁻⁴ x ടൈംസ് ഡിപ്പെൻഡ് ചെയ്യും. അവിടെ നമ്മൾ നേരത്തെ പഠിച്ചില്ല, ആക്സലേഷൻ L(t⁻²) ടൈം 2 പ്രാവശ്യം വരുന്നുണ്ട്. എനർജിക്കകത്ത് mL²t⁻², അപ്പൊ L 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി. രണ്ടാമത്തത്, ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഈസ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്. എത്ര പ്രാവശ്യം അറിയത്തില്ല, y ടൈംസ്. അടുത്തത്, ഗ്രാവിറ്റിയിലാണ് കിടന്ന് ഓസിലേറ്റ് ചെയ്യുക. therefore ടൈം പീരീഡ് മേ ഡിപ്പെൻഡ്സ് ഓൺ ഗ്രാവിറ്റി ഇൻ z ടൈംസ്. അപ്പൊ ചോദിക്കും, സാറേ ഞങ്ങൾ ഗ്രാവിറ്റി ആദ്യമേ എടുത്താൽ ഒരു പ്രോബ്ലം ഇല്ല, g⁻⁴ എങ്ങനെ വേണം എഴുതാം, മാറ്റി തിരിച്ചും വരുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, therefore ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു m⁻⁴, L⁵ g⁻z. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മുടെ എയിം എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, എക്സിന്റെ വാല്യൂ എത്ര, വൈന്റെ വാല്യൂ എത്ര, ഇസഡിന്റെ വാല്യൂ എത്ര കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ്. ഇവരുടെ എല്ലാം ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ ഡയമെൻഷൻ ടൈം മാത്രമേ ഉള്ളൂ, m ഇല്ല. അപ്പൊ m⁻⁴, L⁻⁴, t⁻1. k കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. മാസ് ആയതുകൊണ്ട് m⁻x, ലെങ്ത് ആയതുകൊണ്ട് L⁻y, ഗ്രാവിറ്റി L(t⁻²). അറിയാമല്ലോ, ആക്സലറേഷൻ z. Then it is equal to m⁻x, L⁻y, L⁻z, t⁻²z എഴുതുക. ഒരേ ടേമുകളെല്ലാം കൂടെ ഒന്നിച്ചാക്കുക. m⁻x, L⁻y plus z and t⁻²z. That is equal to m⁻⁴, L⁻⁴, t⁻1. ക്ലിയർ ആയല്ലോ? ഇനി എമ്മുകളുടെ പവറുകളെല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യുക. എമ്മിന്റെ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x ഈസ് ഈക്വൽ ടു 0. അടുത്തത് എല്ലിന്റെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് y പ്ലസ് z ഈസ് ഈക്വൽ ടു 0. അടുത്തത് ടിയുടെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുക. 1 ഈസ് ഈക്വൽ ടു -2z ഓർ z ഈസ് ഈക്വൽ ടു -½ ആ ഇസഡിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y -½ ഈസ് ഈക്വൽ ടു 0 ഓർ y ഈസ് ഈക്വൽ ടു ½. അപ്പൊ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ കിട്ടി കഴിഞ്ഞു. നമ്മൾ നേരെ ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു k ഇൻറ്റു m⁻x, എക്സിന്റെ വാല്യൂ 0, L⁻y, വൈയുടെ വാല്യൂ ½ ആൻഡ് g⁻z, ഇസഡിന്റെ വാല്യൂ -½ m⁻⁴ 1 ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് k ഇൻറ്റു L⁻½ ഡിവൈഡഡ് ബൈ g താഴെ കൊണ്ടുവരുമ്പോൾ g⁻². g⁻½ മീൻസ് റൂട്ട് ആണ്. therefore ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ g. ദിസ് ഈസ് ദ ആൻസർ. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഈക്വൽ k ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ g. അവിടെ k എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ ഡയമെൻഷൻ പറയും, എനിക്കറിയില്ല, ഡയമെൻഷൻ അറിയില്ല. അപ്പൊ ഡയമെൻഷൻ അനാലിസിന്റെ ഒരു ഡിഫക്റ്റ് എന്താണ്? ഒരു ഡിഫക്റ്റ് തന്നെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് ദ വാല്യൂസ് ഓഫ് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ്സ്. ഡയമെൻഷൻ ഇല്ലാത്ത, കാരണം ഇത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. ഡയമെൻഷൻ ഇല്ലാത്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റുകൾ, ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, ഇങ്ങനെയുള്ള യൂണിറ്റ് ഇല്ലാത്ത, ഡയമെൻഷൻ ഇല്ലാത്ത ഒരാളെ കുറിച്ചും ഇവ മിണ്ടില്ല. അതാണ് ഡയമെൻഷന്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ ഒരു ഡ്രോബാക്കായി നമ്മൾ അഡ്വാൻറ്റേജസ് 2 പറഞ്ഞു. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഡിഫക്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് ഐഡിയ അബൌട്ട് ദ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്സ്. രണ്ടാമത്തെ ഡിഫക്റ്റ്
ഇവിടെ ടൈം പീരീഡ് എന്തിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കുന്നു. ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം, ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം. ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അസ്യൂം ചെയ്യുമ്പോൾ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം ഞാനിവിടെ ഗ്രാവിറ്റി എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഇവിടെ ഗ്രാവിറ്റി നിങ്ങളെ കൊണ്ടൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല, ഞാൻ സ്വന്തമായിട്ട് അങ്ങ് എടുത്തതാണ്. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് അവർ ലെങ്ത് ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി നോർമലി നമ്മൾ ചിന്തിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ്. ടീച്ചേഴ്സ് പറഞ്ഞു തരും. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ഹെൽത്തിനെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് നിങ്ങൾ പറയും ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ഉറക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ എക്സസൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, അങ്ങനെ കടകടകടാന്ന് പറയും. പക്ഷേ ഇതിനകത്തെല്ലാം നമ്മൾ വിട്ടുപോകുന്ന കാര്യമുണ്ട്. എൻ്റെ കയ്യിലിരിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. എൻ്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ നാട്ടുകാരെൻ്റെ പിന്നെ ഹെൽത്തിനെ ഇടിച്ച് ഒതുക്കിക്കളയും. അപ്പോൾ എൻ്റെ കയ്യിൽ അത് വിട്ടുപോയാൽ എന്ത് ചെയ്യും? നമുക്ക് കറക്റ്റ് ഇക്വേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗസ് ദ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ ടൈം പീരീഡ് ഏതൊക്കെ പാരാമീറ്റേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഗസ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഗസ് ചെയ്യുക വളരെ ഡിഫിക്കൽട്ടാണ്. അതാണ് രണ്ടാമത്തെ ഡിഫക്റ്റ്. മൂന്നാമത്തെ ഡിഫക്റ്റ്, ഞാൻ ഇവിടെ മാസും ലെങ്തും ഗ്രാവിറ്റിയും മൂന്നെടുത്ത് ഞാൻ അങ്ങ് നിർത്തി. നാലാമതൊരാളൂടെ എടുക്കാതിരുന്നത് എന്തുകൊണ്ട്? നാലാമതൊരാളെ എടുത്താൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 പാരാമീറ്റേഴ്സ്, മൂന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറൈവ് ദാറ്റ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോസിബിൾ. ഇത് രണ്ടാമത്തത് ഡിഫിക്കൽട്ടാണ്. ഇമ്പോസിബിൾ എന്നല്ല, ഗസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ആദ്യത്തത് ഡിഫിക്കൽട്ടാണ്, ഇമ്പോസിബിൾ ആണ്. ഡയമെൻഷനാലിസിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വാല്യൂ കിട്ടില്ല. ഇത് ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തത് പറ്റില്ല. ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 പാരാമീറ്റേഴ്സ് ദെൻ ഇതൊക്കെ ഓർത്തോടെ. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ചുമ്മാതുള്ള എനർജി കളയാനല്ല ഞാൻ ഇത് പറയുന്നത്. ഇതെല്ലാം എക്സാമിനേഷൻസിൽ ഓരോ വർഷത്തിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന സാധനമാണ്. നീറ്റിന് ഉൾപ്പെടെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ എപ്പോഴും ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്, തിയററ്റിക്കൽ അല്ല എന്നല്ല, അങ്ങനെ തെറ്റ് ചെയ്യുക എന്നല്ല. നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മറ്റ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തക്ക രീതിയിലുള്ള എല്ലാ പോയിന്റുകളും ഞാനിവിടെ പറയുന്നുണ്ട്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഇഷ്ടംപോലെ പോയിന്റുകൾ ഞാൻ പറയുന്നു. അപ്പോൾ ഹോമോജനിറ്റി, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ഡിറൈവ് ആൻ ഇക്വേഷൻ, ഡിഫിക്കൽട്ടി 3 പറഞ്ഞ് ഇവിടെ 2 പറഞ്ഞുള്ളൂ. മൂന്നാമത്തെ അവിടുത്തെ എന്താണ്? അവിടുത്തെ 3 ഡിഫിക്കൽട്ടി ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കിട്ടില്ല. പിന്നെ ഗസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. 3ൽ കൂടുതൽ പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. മാസും ലെങ്തും ഗ്രാവിറ്റിയും അല്ലാതെ ഒരാൾ കൂടെ വന്നാൽ ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇവൻ്റെ മൂന്നാമത്, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അവിടെ ഈ 2 സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാർഗം വേറെ ഇഷ്ടം പോലെയുണ്ട്. ഇതിനേക്കാൾ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യുന്നതും ഡിറൈവ് ചെയ്യുന്നതും നമുക്ക് വേറെ മാർഗത്തിൽ ചെയ്യാം. ഡിറൈവ് ചെയ്യുന്നത് പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യണം. നിങ്ങളെ സംബന്ധിച്ച് അത് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ വരുന്ന വഴികളിൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമ്മളപ്പോൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇവിടെ കഴിഞ്ഞു. അഡ്വാൻറ്റേജസും കഴിഞ്ഞു, ഡിസഡ്വാൻറ്റേജസും. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞങ്ങ് നിർത്തും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞങ്ങ് നിർത്തും. അതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടുന്നത് അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനമാണ്. നമ്മളുടെ നേരത്തെ ഒരു വീഡിയോയിൽ, അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിനകത്ത് ഞാൻ ചെയ്തതാണ്. എന്നാൽ അവിടെ അല്ല അത് ചെയ്യേണ്ടത്, ഇവിടെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ 2021 ഫിസിക്സിൻ്റെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ ഉണ്ട്. നിങ്ങളൊക്കെ എടുത്ത് കണ്ടോണം, ആവശ്യമുള്ളവർ കാണുക. അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുകയാണ്. ഒന്ന് കേട്ടോണം. അത് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. അത് ചെയ്യുന്നത് ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്നത് എങ്ങനെ, നമ്മൾ സ്പീഡിൽ അങ്ങ് ചെയ്യും. ശ്രദ്ധിച്ചോണം. അതിനകത്ത് പറഞ്ഞിരുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആർ ടേക്കൺ ആസ് ദ ബേസ് യൂണിറ്റ്. ഇപ്പൊ നമ്മുടെ ബേസ് യൂണിറ്റ് ആണ് ആരൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ടെമ്പറേച്ചർ. ഇവർ 7 പേരാണ് നമ്മുടെ ഇപ്പോഴത്തെ ബേസിക് യൂണിറ്റ്. ബാക്കി എല്ലാവരെയും ഇവരുടെ ടേമിലാണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരിക്കലല്ല, ഇതിനകത്തുനിന്ന് ഞാൻ ആ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും
ഇവിടെ ഞാൻ പറയുന്നു, കാരണം ഇവിടെയാണ് ആപ്റ്റ് പറയാനുള്ള സ്ഥലം ഇവിടെയാണ്. ഇവരെ 3 പേരെയും ബേസിക് യൂണിറ്റുകളായിട്ട് എടുത്താൽ ഹൗ വിൽ യു റെപ്രസെന്റ് മാസ്? മാസിനെ ഇവരുടെ ടേമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? രണ്ടാമത്തത് വേറൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ലെങ്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെയിം ക്വസ്റ്റ്യൻ, മാറ്റമില്ല. ഇതെല്ലാം പല പല പരീക്ഷകൾക്കാണ് ചോദിക്കുന്നത്. എല്ലാം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരു പരീക്ഷയ്ക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഹൗ വിൽ യു റെപ്രസെന്റ് മാസ്, ലെങ്ത് ആൻഡ് ടൈം ഇൻ ടേംസ് ഓഫ് ദീസ് 3? ഇവരുടെ ടേമിൽ, ഇവരുടെ, അതായത് നമ്മൾ സാധാരണ എഴുതുന്നത് ഇവരെല്ലാം എമ്മിന്റെ എല്ലിന്റെയും ടിയുടെയും ടേമിലാണ് എഴുതുക. ഇത് അങ്ങനെയല്ല. ഇവരെ 3 പേരെയും ബേസിക് യൂണിറ്റുകൾ എടുത്താൽ ഹൗ വിൽ യു റെപ്രസെന്റ് മാസ്, ഹൗ വിൽ യു റെപ്രസെന്റ് എൽ? ഇതിന് ചെയ്യേണ്ടത് ശരിക്കും ടു ഡിറൈവ് ആൻ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലേ? എം ഡിപ്പെൻസ് ഓൺ സി റൈസ് ടു എക്സ്, ജി എച്ച് റൈസ് ടു എക്സ്, ജി റൈസ് ടു എക്സ് എന്ന് എഴുതി വേണം ചെയ്യാൻ. അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളാം, ഞാൻ അതിനെ എതിർപ്പ് പറയുന്നില്ല. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് അത് കൂടുതൽ സമയമെടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ ഡയമെൻഷൻ എഴുതുക, എൽ ടി റൈസ് ടു -1. അടുത്തത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ആണ് ലീനിയർ, ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. അത് കഴിഞ്ഞ് നമ്മൾ ഏത് കൂടി എഴുതുക? ജിയുടെ ഡയമെൻഷൻ കൂടി എഴുതുക. ജിയുടെ ഡയമെൻഷൻ അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നോക്കണം. എഫ് ഈസ് ഈക്വൽ ടു ജി m1m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, or G is equal to FR square divided by M1M2, FR square divided by M1M2. That is, it is equal to ML T raised to -2 into L square divided by M square. ഇതാണ് കണ്ടീഷൻ. ഒരു M കൂടെ പോകുന്നു, ഈ M മുകളിൽ പോകുമ്പോൾ M raised to -1, L-ഉം L സ്ക്വയറും കൂടെ L ക്യൂബ്. Therefore dimension of G is equal to എന്താണ്? M raised to -1 L ക്യൂബ് T raised to -2. ഇത് 3 എഴുതിയിടുക. ഇനി ലോജിക്കാണ്. അവിടെയും ഇത് 3 എഴുതിയേ പറ്റൂ, അതുകൊണ്ട് അവിടെ എഴുതാതിരിക്കാൻ പറ്റില്ല. ഡയമെൻഷൻ ഇട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ലോജിക്ക് വർക്ക് ചെയ്യുക. ആദ്യമേ മാസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എം നമുക്ക് വേണം, കളയാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ എം മുകളിലും ഇത് താഴെ വരത് എം റൈസ് ടു -1 താഴെ വരത്തക്ക രീതിയിലും മൾട്ടിപ്ലൈ ചെയ്യും. എച്ച് ഡിവൈഡഡ് ബൈ ജി. എന്നിട്ട് നമ്മൾ അപ്പൊ ചോദിക്കും, സാറേ ഇതിനെ ഇതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും ആൻസർ കിട്ടത്തില്ല. കാരണം എങ്ങനെയൊക്കെ നോക്കിയാൽ ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 ഡിവൈഡഡ് ബൈ എൽ ടി റൈസ് ടു -1. ഇത് പോകുമ്പോൾ എൽ അവിടെ കിടക്കും. ഇനി ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പൊ ടി അവിടെ കിടക്കും. അതുകൊണ്ട് ചെയ്യേണ്ടുന്നത് എച്ച് എഴുതുമ്പോൾ എന്ത് വരും? എം ബൈ, ഞാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്, എം ബൈ എം -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എം സ്ക്വയർ. എൽ സ്ക്വയർ എൽ ക്യൂബും കൂടെ ക്യാൻസൽ ആയിട്ട് താഴെ എൽ വരും, അത് മുകളിൽ പോകുമ്പോൾ എൽ റൈസ് ടു -1. ടി റൈസ് ടു -1 ടി റൈസ് ടു -2 കൂടെ പോയി ടി റൈസ് ടു -1 താഴെ വരും, അത് മേൽ പോകുമ്പോൾ ടി റൈസ് ടു 1. ഓക്കെ, ഇനി നമുക്ക് ഇവർ രണ്ടുപേരെയും കൂടെ കളയണം. നോക്കൂ, ദാ ഈ കിടക്കുന്ന സാധനം എടുത്ത് അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എൽ റൈസ് ടു -1 ഉണ്ട്, ഇവിടെ എൽ ഉണ്ട്. അവിടെ ടി റൈസ് ടു 1 ഉണ്ട് ഇവിടെ. അപ്പൊ എന്ത് പറയണം? എച്ച് ബൈ ജി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ L raised to -1 T raised to 1 into L T raised to -1. L raised to -1 L T raised to -, ഇത് പോയി. That is, it is equal to M square. Therefore M is equal to HC divided by G, the whole root, that is, its dimension is equal to H raised to half, C raised to half, G raised to -half. Clear? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് ചെയ്ത് പരിശീലിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് എന്താണ് വേണ്ടുന്നത്? നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് ലെങ്തിനെ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ എമ്മിനെ കളയുക എന്നുള്ളതാണ് ആദ്യത്തെ എയിം. എമ്മിനെ കളയാൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എച്ച് ജി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം റൈസ് ടു -1 കൂടെ ക്യാൻസൽ ആയതിനു ശേഷം എൽ റൈസ് ടു 5 ടി റൈസ് ടു -3. നമുക്ക് എല്ലാം വേണ്ടുന്നത്. ടിയെ കളയണം. ടിയെ കളയാൻ വേണ്ടി ഇതിന്റെ ക്യൂബ് എടുത്ത് ഇവിടെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് എച്ച് ജി ഡിവൈഡഡ് ബൈ സി ക്യൂബ്. കണ്ടോ, അതൊക്കെയാണ് ലോജിക് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് ടി റൈസ് ടു -3 എൽ റൈസ് ടു 5 ടി റൈസ് ടു -3 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ എന്ന് കിട്ടും. സിമ്പിൾ. അതിനകത്തുനിന്ന് എൽ ഈസ് ഈക്വൽ ടു എച്ച് ജി ഡിവൈഡഡ് ബൈ സി ക്യൂബ് റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് റൈസ് ടു ഹാഫ് ജി റൈസ് ടു ഹാഫ് C raised to -3/2. This is the dimension of length.
ക്ലിയർ ആകുന്നുണ്ടേ? ഇനി അടുത്തത് എന്ത് വേണം നമുക്ക്? പിന്നെ ടി കണ്ടുപിടിക്കണം. ഓക്കെ, ടി കണ്ടുപിടിക്കാനും എമ്മിനെ കളയണം. അപ്പൊ ഇത് HG. അപ്പൊ ഇത് കിട്ടി. ഈടെ നമുക്ക് ടി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലിനെയാണ് കളയേണ്ടത്. എല്ലിനെ കളയണമെങ്കിൽ ഇതിന്റെ റൈസ് ടു 5 എടുക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. HG ഡിവൈഡഡ് ബൈ C റൈസ് ടു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു L റൈസ് ടു 5 T റൈസ് ടു -3 ഡിവൈഡഡ് ബൈ L റൈസ് ടു 5 T റൈസ് ടു -5. 5 ക്യാൻസൽ ആയി. ഇത് പോയിട്ട് T റൈസ് ടു -2 താഴെ വരും, മുകളിൽ പോകുമ്പോൾ T സ്ക്വയർ. Therefore T is equal to HG divided by C raised to 5 the whole root, that is equal to H raised to half G raised to half C raised to -5/2. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ്, ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ ടു ഡിറൈവ് ആൻ ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോകില്ല, ഇതിന്റെ പുറകെ നമ്മൾ പോകുന്നു. ഇത്രയും ആയപ്പോൾ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിനകത്ത് ഏകദേശം എല്ലാം തീർന്നതെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണ്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണ്, പിന്നെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രിഫിക്സുകൾ എന്താണ്, അതിനെ എങ്ങനെ ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു. പിന്നെ അവസാനം എറർ അനാലിസിസ് കൂടെ നമ്മൾ പഠിക്കും. ഇത്രയും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ബേസിക് ഐഡിയകൾ, ഫിസിക്സിനകത്തുള്ള ബേസിക് ഐഡിയകൾ തീരും. ഓക്കെ.